ഓണസദ്യൻ്റെ ഹാങ് ഓവർ മറ്റേ ഒരു ചായ കുടിക്കാൻ ഇറങ്ങിയതാ. അത് വന്ന് ഇപ്പം നമ്മൾ എത്തിക്കിടക്കുന്നത് മസ്കറ്റിലാണ്. അല്ലൈനിലെത്തി, അവിടുന്ന് സോഹാറിലേക്ക് വന്ന് അവസാനിപ്പോഴെത്തി 4 മണിയാകുമ്പോൾ മസ്കറ്റിലെത്തി. ഭയങ്കര ലേറ്റായിപ്പോയി. അപ്പോൾ നമ്മുടെ ഫ്രണ്ട് ഉണ്ടല്ലോ സജേഷിൻ്റെ വീട്ടിൽ വന്ന് ഒരു ഷോർട്ട് ഉറക്കം കഴിഞ്ഞു. എല്ലാവരും ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞൊന്ന് ഇറങ്ങേണ്ട പരിപാടിയില്ല. നിത്യ ബ്രേക്ക്ഫാസ്റ്റ് എങ്ങനെയുണ്ട്? ദോശയും പാചകറിയും പുട്ടും ഉണ്ട് കേട്ടോ. അപ്പൊ നമ്മൾ അത് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. സ്റ്റേഷൻ്റെ അടുത്ത് സജേഷൻ ഇതും കൂടെ രാവിലെ എണീറ്റ് നമുക്ക് ഉണ്ടാക്കി തന്നതാണ്. പിള്ളേരെല്ലാം കഴിച്ചുകൊണ്ടിരിക്കുന്നു. അവരെല്ലാവരും കിച്ചണിലുള്ളതുകൊണ്ട് അവരെ കാണുന്നില്ല. അതുകൊണ്ട് നമ്മളിതാ ഞാനും ഷിംനയും ഷൈബിയും കഴിക്കുന്നു. ക്യാമറയുടെ പുറകിൽ മിസ്റ്റർ ഷൈജു ഉണ്ട്. നമ്മളിപ്പം മസ്കറ്റിലെ സുൽത്താൻ ഖാബൂസ് ഗ്രാൻഡ് മോസ്ക് കാണാൻ വേണ്ടി പോവുകയാണ്. പിന്നെ ഇവിടെ നോൺ മുസ്ലിംസിന് വിസിറ്റ് ചെയ്യാനുള്ള സമയം രാവിലെ 8 മണി മുതൽ 11 മണി വരെയാണ്. 3 മണിക്കൂർ നേരം. സാറ്റർഡേ ടു തേഴ്സ്ഡേ ആണ് കേട്ടോ ഈ ടൈമിങ്. ഫ്രൈഡേ പിന്നെ നമുക്ക് നോൺ മുസ്ലിംസിന് അലൗഡ് അല്ല, അവിടെ പ്രാർത്ഥന മാത്രമേ ഉള്ളൂ. ഒമാനിലെ ഏറ്റവും വലിയ പള്ളിയാണ് സുൽത്താൻ ഖാബൂസ് ഗ്രാൻഡ് മോസ്ക്. മോസ്കും അതുപോലെ ഈ മോസ്കിനോട് ചേർന്നിട്ടുള്ള മറ്റ് നിർമ്മിതികളെല്ലാം കൂടെ കൂടിയിട്ട് ഏകദേശം ഒരു 103 ഏക്കർ സ്ഥലത്താണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. കണ്ടംപററി ഇസ്ലാമിക് സ്റ്റൈലിലാണ് ഈ പള്ളി പണി കഴിപ്പിച്ചിരിക്കുന്നത്. 5 മിനാരങ്ങളുണ്ട് പള്ളിയുടെ ചുറ്റുമായിട്ട്. പ്രധാന മിനാരത്തിന് 90 മീറ്ററും ബാക്കി 4 എണ്ണത്തിന് 45 മീറ്ററുമാണ് ഉയരം. ഇതാണ് ഈ മോസ്കിൻ്റെ ഭംഗി കൂട്ടുന്നത്. 58,940 സ്ക്വയർ ഫീറ്റ് സിംഗിൾ കാർപ്പറ്റാണ് മെയിൻ ഹാളിൽ വിരിച്ചിരിക്കുന്നത്. ഇതിൽ ഏകദേശം 6,500 വിശ്വാസികൾക്ക് ഒരേ സമയം പ്രാർത്ഥിക്കാൻ കഴിയും. അങ്ങനെ സുൽത്താൻ ഖാബൂസ് ഗ്രാൻഡ് മോസ്കിൽ ഒരു ഓട്ടപ്രദക്ഷിണം കഴിഞ്ഞിട്ട് നമ്മളിപ്പം അവിടെ നിന്ന് ഇറങ്ങി. ഇനി നമ്മൾ നേരെ ഓപ്പറ ഹൗസ് കാണാൻ വേണ്ടി പോവാണ്. നമ്മൾ ദുബായിൽ നിന്ന് അബുദാബിയിലെത്തി. ഷൈബിയുടെയും ഷിംനയുടെ വീട്ടിൽ ഓണം ആഘോഷിച്ചു. അതിനുശേഷം നമ്മളെല്ലാവരും കൂടെ തീരുമാനം എടുത്തത് ഒരു 7 മണിക്കാണ് തീരുമാനം എടുക്കുന്നത് നമുക്ക് പോകാമെന്നുള്ളത്. അങ്ങനെ നമ്മൾ കറക്റ്റ് 8 മണിക്ക് തന്നെ ഇറങ്ങി. രാത്രി 8 മണിക്ക് അവിടെ നിന്ന് യാത്ര സ്റ്റാർട്ട് ചെയ്ത് ഒരു ചായയും കുടിച്ച് യാത്ര സ്റ്റാർട്ട് ചെയ്ത് നമ്മൾ വെളുപ്പിന് 4 മണിക്കാണ് മസ്കറ്റിലെത്തുന്നത് സജേഷിൻ്റെ വീട്ടിൽ. ഈ 8 മണിക്കൂർ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഇടയ്ക്കുള്ള 2 ബോർഡറിലും ചെക്കിംഗ് ഉൾപ്പെടെയാണ് കേട്ടോ ഈ 8 മണിക്കൂർ. 3 ദിവസത്തെ അവധിയുള്ളതുകൊണ്ട് നമ്മൾ എങ്ങോട്ടേലും പോകും എന്നുള്ള കാര്യം ഉറപ്പായതുകൊണ്ട് ഓൾറെഡി പാസ്പോർട്ട് എടുത്ത് ബാഗിനകത്ത് വെച്ചിരുന്നു. അതേതായാലും നന്നായി. നമുക്ക് ഒമാനിലേക്ക് പോകാൻ വേണ്ടി വേണ്ടത് മിനിമം 6 മാസം പാസ്പോർട്ടിന് വാലിഡിറ്റി വേണം. അതുപോലെ തന്നെ UAE വിസ മിനിമം 3 മാസമെങ്കിലും ബാക്കി ഉണ്ടാകണം. അപ്പോൾ നമുക്കിത് എല്ലാവർക്കും ഉണ്ടായിരുന്നതുകൊണ്ട് നമ്മൾ നേരെ ഒന്നും ആലോചിച്ചിട്ട് നേരെ മസ്കറ്റിലേക്ക് വെച്ച് പിടിപ്പിച്ചു. ഷൈബീൻ്റെ കാറ് സ്വന്തം പേരിലായിരുന്നു. പ്ലസ് അതിൻ്റെ മുകളിൽ ലോണൊന്നും ഇല്ലായിരുന്നുകൊണ്ട് വേറെ ഇഷ്യൂസ് ഒന്നുമില്ല. പിന്നെ കാറിൻ്റേതായിട്ട് ആകെ എക്സ്ട്രാ വേണ്ടത് ഒമാൻ കവറാകുന്ന ഒരു ഇൻഷുറൻസ് പോളിസി വേണം. അതും എല്ലാം ഉള്ളതുകൊണ്ട് നമുക്കിനി വേറെ ഒന്നും നോക്കാനില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ അധികം ആലോചിക്കാതെ വേഗം സ്റ്റാർട്ട് ചെയ്തു. ഷൈബിന്ത് മുന്നേ തന്നെ മസ്കറ്റിലും സലാലയിലൊക്കെ പോയിരുന്നതുകൊണ്ട് അവൻ്റെ കയ്യിൽ ഒരു ഒമാൻ ടെലിൻ്റെ സിം ഉണ്ടായിരുന്നേ. അപ്പോൾ നമ്മൾ അബുദാബി കഴിഞ്ഞ ആ സമയത്ത് തന്നെ ആ സിം ആക്ടിവേറ്റ് ചെയ്ത് അത് റീചാർജ് ചെയ്തു നെറ്റും. അത് കാരണം നമുക്ക് പിന്നീട് അങ്ങോട്ട് പോകുമ്പോൾ ഗൂഗിളിനോടൊക്കെ ചോദിച്ചു വേണ്ടേ പോകാൻ. അപ്പോൾ നെറ്റുള്ളത് നല്ലതല്ലേ, അപ്പോൾ അത് പിന്നെ നമുക്ക് ഉപകാരപ്പെട്ടു. അങ്ങനെ ചെയ്യുന്നത് നല്ലതാട്ടോ. കാരണം അബുദാബിയിലെ ബോർഡർ ക്രോസ് ചെയ്ത് ആ സെക്കൻഡിൽ നമുക്ക് നെറ്റ് കട്ടായി. നമ്മുടെ ഇവിടുത്തെ സിം കട്ടാവും. റോമിംഗ് ആക്ടിവേറ്റ് ചെയ്തില്ലായിരുന്നല്ലോ. അപ്പോൾ അതുകൊണ്ട് ഈ സിം ഉണ്ടായിരുന്നത് എന്താ ഉപകാരമായി. നമുക്ക് അങ്ങനെ നമ്മളെ കണ്ണഞ്ചിപ്പിക്കുന്ന ബിൽഡിങ്ങുകളൊന്നുമില്ല. എല്ലാവരും നോർമലൈസ്. നമ്മളിപ്പം നമ്മൾ UAE വരുന്നത് നമ്മളെന്താ അവിടെ കാണുന്നത് ഭയങ്കര ഹൈറൈസ് ബിൽഡിങ്ങുകൾ അങ്ങ് ആകാശത്തെ കെട്ടിപ്പൊക്കെ ഇരിക്കുക. അപ്പം ഞാനിത് വായിച്ചാണ്. സുൽത്താൻ പറഞ്ഞെന്താ വെച്ചാല് ആവശ്യത്തിൽ കൂടുതൽ ഭൂമി ഇവർക്കുണ്ട്. ഇപ്പം സൗദി കഴിഞ്ഞ ഏറ്റവും വലിയ രാജ്യമല്ലേ. അങ്ങനെയുള്ള നമ്മൾ എന്തിനാണ് ഗോഡ് ഹാസ് ഗിഫ്റ്റഡ് us with a lot of land. ഇന്ത്യ എന്തിനാ നമ്മൾ ആകാശം മുട്ട ബിൽഡിംഗ് എടുക്കുന്നത്? ഭൂമിയിൽ തന്നെ എടുക്കും. ഭൂമികൾ നിങ്ങൾക്കുണ്ട്. അതിന്റെ ഭംഗി നോക്കിയേ. നമ്മള് ഒരു ഏപ്രിൽ മാസം നമ്മൾ കഴിഞ്ഞ ഈദിന് നമ്മൾ വന്നായിരുന്നു. അപ്പൊ അന്ന് നമ്മൾ താമസിച്ചത് ഹഫ ഹൗസ് ഹോട്ടൽ എന്ന് പറഞ്ഞൊരു ഹോട്ടലാണ്. അതിന്റെ ഒരു ബാക്ക് വാൾ എന്ന് പറയുന്നത് മലയാണ്. നമുക്ക് ശരിക്കും കാണാൻ പറ്റും. നമ്മൾ ബാക്ക് നോക്കുമ്പോൾ ഒക്കെ നോർമൽ മല, അത് മാൻമേഡ ഒന്നുമല്ല. അത് അങ്ങനെ കിടക്കുന്നുണ്ട്. ആ ബിൽഡിങ്ങിന് ഒരു ഓഫ് വൈറ്റ് കളറ്. ഈ ബിൽഡിംഗ് ഒക്കെ നോക്കി എല്ലാം ഒരേ കളർ തീമാണ്. അത് ഇവരൊരു പ്രത്യേകതയും കൂടിയാണ്. ഇവര് ഓവർ അങ്ങനെ എന്താ പറയുക നാച്ചുറൽ എന്താ പറയുക പ്രകൃതിനെ അങ്ങനെ ഉപദ്രവിച്ചിട്ടൊന്നും ചെയ്യാനുള്ള താല്പര്യം ഇവർ കാണിക്കുന്നില്ല എന്നാണ് പൊതുവേ ഉള്ളൊരു അറിവ്. ഈ ഇതിപ്പോ ഏകദേശം അബുദാബിന്റെ ഒരു ലുക്കില് അല്ലേ നമ്മുടെ പിന്നെ അതേ സ്റ്റൈലാണ്. നമ്മള് ഒരു നല്ല വിഡ്ത്തിലുള്ള റോഡുകളും സൈഡിലൊക്കെ നല്ല സ്പേഷ്യസ് ആയിട്ട്. ഇവിടെ
ദുബായിനെ അപേക്ഷിച്ച് പെട്രോളിന് പൈസ കുറവാണ് ഷെവി? കുറവാണ്, കുറച്ച് കുറവാണ്. ആണോ? 2.6 അല്ലേ നമുക്ക് അവിടെ. ഇവിടെ എത്ര 2.2 2.3 മറ്റാണ്. ആണോ? 230 പൈസ എന്ന് പറയും. ഇവിടെ പൈസയാ? പൈസ അല്ലേ? നമ്മുടെ ഇന്ത്യൻ മണി ആയിരുന്നു പോലും പണ്ട് ഇവിടെ. നമ്മള് പൈസ എന്നല്ല പറയാ നാട്ടില്. അതിന് പകരം ഇവിടെ പൈസ BAISA. ഇതാണ് മസ്കറ്റിലെ റോയൽ ഒപ്പേറ ഹൗസ് കേട്ടോ. അപ്പം നമ്മളിവിടെ എത്തി. സുൽത്താൻ ഖാബൂസ് ഗ്രാൻഡ് മോസ്കിൽ നിന്ന് ഇങ്ങോട്ട് ഒരു 11 കിലോമീറ്റർ ദൂരമാണുള്ളത്. ഒരു 11-12 മിനിറ്റും കൊണ്ട് നമ്മളിവിടെ എത്തി. അപ്പം നമുക്കൊന്ന് കയറി നോക്കാമെന്ന് വിചാരിച്ചതാണ്, പക്ഷേ ഇത് അടച്ചിരിക്കുകയാണ്. ഇവിടെ ഫ്രീ ആയിട്ട് പാർക്കിംഗ് ഉണ്ട്. ഇതിൻ്റെ അകത്തേക്ക് കയറി നമുക്ക് പാർക്ക് ചെയ്യാം. ഒരുപാട് ഏരിയ ഉണ്ട് കേട്ടോ. നമുക്കൊരു നഷ്ടബോധം, കാരണം ഇത് ലീവുള്ള ദിവസം വന്നതുകൊണ്ട്. എങ്കിലും കാണാൻ പറ്റുന്ന അത്രയും മാക്സിമം നമുക്ക് പുറത്തോട്ടൊക്കെ ഉള്ളത് കയറി കാണാം. ഒമാനി റെസ്റ്റോറൻറ്റ് കേട്ടോ. അല്ല അങ്കം റെസ്റ്റോറൻറ്റ് പേര് അങ്കം റെസ്റ്റോറൻ്റ് ആയത്. ഇതിൻ്റെ ഉള്ളിൽ കയറി അടിയായിരിക്കും. ഒപ്പേറ ഹൗസ് ക്ലോസ്ഡ് ആണ്, പക്ഷെ അതിൻ്റെ തൊട്ട് അടുത്തായിട്ടുള്ള ഷോപ്പിംഗ് മാളുകളുണ്ട്, അത് ഓപ്പൺ ആണ്. നമുക്ക് അവിടെ കയറി കാണാൻ പറ്റും. ഇതിനകത്ത് വലിയ ബ്രാൻഡുകളാണ് കേട്ടോ ഉള്ളൂ അല്ലേ? അതുപോലെ നമുക്ക് വാങ്ങാൻ പറ്റുന്നില്ലെന്ന് അതിൻ്റെ അർത്ഥം. ആർക്കെങ്കിലും വാച്ചൊക്കെ വാങ്ങാൻ തോന്നുന്നുണ്ടോ? ഒപ്പേറ ഹൗസ് ഇന്ന് ഓപ്പൺ അല്ലെങ്കിൽ പോലും നമ്മൾ ഈ മാളിനകത്ത് കയറി. ഈ മാളിനകത്തൂടെയും ഒപ്പേറ ഹൗസിലേക്ക് പോകാനുള്ള എൻട്രൻസ് ഉണ്ട് കേട്ടോ. ഇതിപ്പോൾ അത് അടഞ്ഞു കിടക്കുന്നതുകൊണ്ട് നമുക്ക് ഈ പാസേജ് കൂടി ചെറുതായിട്ട് അങ്ങേ അറ്റം വരെ പോയിട്ട് ഇങ്ങ് തിരിച്ചു പോരാം. ക്ലോസ് ആയി. ഇപ്പോൾ ഇനിയിപ്പം ഇന്നും നാളെയൊക്കെ ലീവല്ലേ, ഇനി മൺഡേ ഉള്ളൂ ഇതൊക്കെ ഓപ്പൺ ആവുള്ളൂ. കുഴപ്പമില്ല, നെക്സ്റ്റ് ടൈം വന്നിട്ട് എക്സ്പ്ലോർ ചെയ്യാമല്ലോ ഷൈജു. 4 മാസം മുന്നേ ഇങ്ങനെ പറഞ്ഞിട്ട് പോയതാണ്. പുറത്ത് നമ്മുടെ ദുബായിലൊക്കെ ഉള്ള പോലെ തന്നെ നല്ല ചൂടാണ് കേട്ടോ. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു, ചൂടിന് ഒരു ആശ്വാസം ഇതിൻ്റെ അകത്ത് കയറിയത്. മനസ്സും തണുത്തു, ശരീരം തണുത്തു. സമയം ഏകദേശം 4:45 4:41 4:45. സൂര്യൻ കത്തി നിൽക്കുന്നുണ്ടല്ലേ മുകളില്. അത്യാവശ്യം ചൂടുണ്ട് പുറത്ത്. അറൗണ്ട് 40 ഉണ്ട് ടെമ്പറേച്ചർ. പിന്നെ കുട്ടികളെല്ലാം നല്ല വയസ്സു. ഒപ്പേറ ഹൗസ് നന്നായിരുന്നു, പക്ഷെ എന്താ നമ്മളെ ടൈമിങ് ശരിയല്ല. അവരങ്ങനെ ഒരു ബിസിനസ് ഓറിയന്റഡ് അല്ല സത്യം പറഞ്ഞാല്. കാരണം അതെനിക്ക് തോന്നുന്നു കുറെ ഒഫീഷ്യൽ പ്രോഗ്രാംസിനും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യുന്നുണ്ടാകുന്നതായിരിക്കും. ഇന്നലെ ഇന്നും നാളെ ലീവ്, മെയിൻ ഹോളിഡേയ്സ് അല്ലേ. അങ്ങനെ ഒരു ടൂറിസ്റ്റ് പ്ലേസ് ആണെങ്കിൽ കൂടിയും കുറെയല്ല അവരുടേതായ കുറെ VIP പ്രോഗ്രാംസ് കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ടാണ് അവര് പറഞ്ഞിട്ട് അവിടുത്തെ സ്റ്റാഫ് ഒന്നും വരില്ല, അവരൊക്കെ ലീവാണെന്ന്. പിന്നെ അവിടുത്തെ ഷോപ്പിംഗ് സെന്റർ ഒക്കെ ഉണ്ട്, നല്ല ഹൈ പ്രൊഫൈൽ ഷോപ്പിംഗ് സെന്റേഴ്സ് ആണ്. ആക്ച്വലി നമുക്കൊന്നും ട്രൈ ചെയ്യാൻ വേണമെങ്കിൽ എക്സ്പീരിയൻസ് ചെയ്യാം, പക്ഷെ വലിയ വലിയ ബ്രാൻഡുകളാണല്ലോ. ഇപ്പൊ ഏതായാലും നമ്മൾ കുട്ടികൾക്കെല്ലാം വിശക്കുന്നുണ്ടല്ലോ. നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചാണ്. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചേ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് 12 മണിക്ക് ഇപ്പോഴാണ് വിശക്കുന്നത്. ഇപ്പൊ നമുക്ക് വിശക്കുന്നത് തുടങ്ങിയിട്ടുണ്ട്. കഴിഞ്ഞ വർഷം കഴിഞ്ഞ വർഷം കഴിച്ചത് എവിടെയായിരുന്നു? നമ്മള് ലഹബ് കിച്ചൻ എന്ന് പറഞ്ഞിട്ട് ഒരു അറബിക് റെസ്റ്റോറന്റ്. നല്ല ഫുഡായിരുന്നു, അടിപൊളി ഫുഡായിരുന്നു. നമുക്കെല്ലാം ഇവരുത്തുകാർ പറഞ്ഞ് ഇച്ചിരി എക്സ്പെൻസീവ് ആണ്, പക്ഷെ നമ്മളിപ്പോൾ UAEനെയും മറ്റുള്ള സ്ഥലത്തും കമ്പയർ ചെയ്യുമ്പോൾ അത്ര വലിയ എക്സ്പെൻസീവ് ആയിട്ട് നമുക്ക് തോന്നിയിട്ടില്ല. ഈവൻ മട്ടൺ ഇതൊക്കെ കഴിക്കുമ്പോൾ അത്യാവശ്യം എക്സ്പെൻസീവ് അല്ലേ, പക്ഷെ ഇവിടെ നമുക്ക് അത്ര വലിയ റേറ്റ് ഒന്നും ആയിട്ടില്ല കമ്പാരിറ്റീവ്. പക്ഷെ ഇവിടെ അത് ഭയങ്കര എക്സ്പെൻസീവ് ആവും. പൊതുവെ കഴിച്ച് ഒമാനില് ഫുഡിനൊക്കെ ചെലവ് കുറവാണ്, എസ്പെഷ്യലി മട്ടനൊക്കെ കമ്പാരിറ്റീവ്ലി. ഇപ്പം ഞാൻ ബഹറിലായിരുന്നില്ലേ, നിങ്ങൾ UAEയിൽ ഇപ്പൊ എത്ര വർഷമായി? മട്ടനൊക്കെ ഏറ്റവും ലാസ്റ്റ് ആയിട്ട് നമ്മൾ നോക്കുന്ന കാര്യം, ഏറ്റവും എക്സ്പെൻസീവ് ആയിട്ട് വരുന്ന മട്ടൺ. ചിക്കൻ ആയിരിക്കും സ്റ്റാർട്ടിങ് നോൺ വെജില്, പിന്നെ ബീഫ്. പക്ഷെ ഇവിടെ മട്ടനൊക്കെ വളരെ എന്താ പറയാ, ഇവിടെ മട്ടൺ നോർമൽ റേറ്റിൽ കിട്ടുന്നുണ്ട്. ഫുഡ് മാത്രമല്ല, മൊത്തത്തിൽ ജീവിത ചെലവ് കുറവല്ലേ. അതെ അതെ. ഇപ്പൊ നമ്മുടെ ഫ്ലാറ്റിന്റെ ഒക്കെ കണ്ടില്ലേ, നമ്മളൊക്കെ അവിടെ ഒരു 2 BHK എന്ന് പറയുന്നതിന്റെ ഒരു 2 times ഫെസിലിറ്റി ഉള്ള വീടിന് തന്നെ നമ്മുടെ 1/3 റെന്റ് ഉള്ളു ഇവിടെ. ദുബായിലെ ഒരു 5000 റെന്റ് ഉള്ളതിന് ഇവിടെ ഒരു 1700-1800 റെന്റ് വരുന്നത്. അങ്ങനെ നമ്മൾ ലഹബ് കിച്ചണിലെത്തി. ഇതൊരു ഓതന്റിക് യമനി റെസ്റ്റോറന്റ് ആണ്. കുട്ടിക്ക് തണുത്ത് കൊടുക്കണ്ടല്ലോ.
മസ്കറ്റിലുള്ള ലഹബ് കിച്ചൺ റെസ്റ്റോറൻറ്റിൽ നിന്ന് ഫുഡ് കഴിച്ചിട്ട് പുറത്തേക്ക് ഇറങ്ങിയതാണ്. ഇതൊരു മന്തി റെസ്റ്റോറൻ്റ് ആണ്. ഒമാനിൽ പേരുകെട്ട റെസ്റ്റോറൻ്റ് ആണ്. നമ്മൾ പക്ഷെ ആദ്യമായിട്ട് വരുന്ന. കഴിച്ചെന്നുള്ളത് ഷൈബി പറയും. നമ്മളിന്ന് മട്ടൻ ഗോസി കഴിച്ചു, റോയൽ മട്ടൻ ഗോസി കഴിച്ചു. പിന്നെ ചിക്കൻ ഗ്രിൽഡ് ചിക്കൻ വിത്ത് റൈസ് കഴിച്ചു. മട്ടൻ മിഷ്വാക്ക് കഴിച്ചു. പിന്നെ പ്ലെയിൻ ചിക്കൻ മാത്രം വാങ്ങിച്ചു കുട്ടികൾക്ക് വേണ്ടിയിട്ട്. അതിൽ ബെസ്റ്റ് മട്ടൻ ഗോസി തന്നെ. ഏതായാലും പിള്ളേരെല്ലാം നല്ലോണം കഴിച്ചു കേട്ടോ. കാരണം എല്ലാവരും വിശന്നായിരുന്നു ഇരുന്നത്. പിന്നെ മന്തി പൊതുവെ എല്ലാവർക്കും ഇഷ്ടമുള്ളതുമാണ്. അത് കാരണം അടിപൊളിയായിട്ട് കഴിച്ചു. ചായ കുടിച്ചു പുറത്തേക്ക് ഇറങ്ങി. ഗ്രീൻ ചട്നി ഉണ്ടായിരുന്നു. പിന്നെ എന്തായിരുന്നു, തൈരല്ലേ ഇത്, റൈത്ത ചട്നി, പിന്നെ പച്ചമുളക്, ജർജീറിൻ്റെ ലീഫ്, ഇതെല്ലാം കൂടി കൂട്ടിയൊരു പിടുത്തങ്ങ് പിടിച്ചു. ശരിക്കും ഭക്ഷണം കഴിച്ചിട്ട് വർത്തമാനം പറയാൻ പറ്റാത്ത അവസ്ഥയിലല്ല. ഇനി നമ്മൾ മത്ര കോർണിഷ്, പിന്നെ ഇവിടുത്തെ ഫേമസ് സൂക്ക്, പിന്നെ ഒരു ബീച്ച് വാക്കും കൂടി ഉണ്ട്. അതുകൂടി കഴിഞ്ഞ് വൈൻഡപ്പ് ആക്കാം. അപ്പം നമ്മൾ ഫുഡൊക്കെ കഴിച്ച് ഇനിയിപ്പം നല്ല എനർജിയിലിരിക്കുകയാണ്. ഇനി നമ്മൾ നേരെ മത്ര കോർണിഷിലേക്ക് പോവുകയാണ്. അത് കഴിഞ്ഞൊരു സൂക്കുണ്ട്, പിന്നെ ഒരു വലിയ വ്യൂ പോയിന്റ് ഉണ്ട്. അതാണ് ഇവിടുത്തെ ഭയങ്കര ഹൈലൈറ്റ് ആയ സ്ഥലമാണ്. അപ്പം നമ്മൾ അതൊക്കെ നമ്മുടെ നെക്സ്റ്റ് വീഡിയോയിലാണ് ഉൾപ്പെടുത്തുന്നത്. അപ്പോൾ എല്ലാവരും മറക്കാതെ കാണണേ.